ഇല്ലീഗൽ ഇമ്മിഗ്രൻറ്റിനെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ച ജഡ്ജി കുറ്റക്കാരിയാണെന്ന് ജൂറി കണ്ടെത്തി. ഇനിയിപ്പോൾ ശിക്ഷ വിധിക്കേ വേണ്ടൂ. 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതാണ് കേസ്. അതിന് പുറമെ ഇന്ന് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ഡൈവേഴ്സിറ്റി വിസ, അതായത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ലോട്ടറി വിസ കൊടുക്കുന്ന ആ പരിപാടി നിർത്തിവെക്കാനായിട്ട് പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജഡ്ജിയുടെ കാര്യത്തെപ്പറ്റി വരുമ്പോൾ അത് ഏപ്രിൽ 18 സംഭവം. ഈ മിൽവോക്കി കൗണ്ടി കോർട്ട് ജഡ്ജി ഹന്ന ഡൂഗൻ, അവർ കുറച്ച് പ്രായമുള്ള സ്ത്രീയാണ് കണ്ടിട്ട്. പിന്നെ അവർ കോടതിയിൽ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുക, ഒരു ഇല്ലീഗൽ ഇമ്മിഗ്രൻറ്റിൻ്റെ കേസ് വിചാരണ നടത്തുമ്പോൾ ഈ ഇല്ലീഗലായിട്ടുള്ള അങ്ങേരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ഐസ് അധികൃതരാണെന്ന് തോന്നുന്നു. അവർ സ്ഥലത്തുണ്ട്, കോടതിയുടെ ഹാളിൽ കാത്തു നിൽപ്പുണ്ട് ഈ കേസ് കഴിഞ്ഞാൽ ഉടനെ കസ്റ്റഡി എടുക്കാൻ വേണ്ടിയിട്ട്. അത് മനസ്സിലാക്കിയ ജഡ്ജി ഇയാളെ ഒരു സൈഡ് ഡോർ വഴി പുറത്തേക്ക് ഇറക്കി വിട്ടു. പിന്നെ അയാളെ ഓടിച്ചിട്ട് പിടിക്കാൻ പിന്നെ ഈ ട്രാഫിക്കിനിടയിൽ ഓടിച്ചിട്ട് പിടിക്കുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. എങ്ങനെയായാലും ഈ പോലീസ് പിന്നെ ഈ ഇമിഗ്രേഷൻ പോലീസ് കയ്യോടെ ഇവരെ ഈ ജഡ്ജി അങ്ങ് അറസ്റ്റ് ചെയ്തു. അന്നത് വലിയ വാർത്തയായിരുന്നു. ഒരു സിറ്റിംഗ് ജഡ്ജി കോടതിയിലിരിക്കെ പിന്നെ കോടതിയിൽ ചെയ്ത ഒരു കാര്യത്തിന് അവരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു വാർത്തയായി മാറി. അപ്പോൾ അതിനെതിരെ 100ഓളം ജഡ്ജിമാരൊക്കെ പിന്നെ കത്തെഴുതുകയൊക്കെ ചെയ്തു. എന്തായാലും ഇവരുടെ കേസ് വന്നപ്പോഴത്തേക്ക് ഈ അപ്പീൽ കോടതി, പിന്നെ സ്റ്റേറ്റിലെ അപ്പീൽ കോടതി ആ കേസ് നിലനിൽക്കുമെന്നാണ് പറഞ്ഞത്. കേസ് തള്ളിക്കളയുകയല്ല ചെയ്ത്, കേസ് വിചാരണ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉത്തരവിട്ടത്. ഇപ്പം പിന്നെ ഫെഡറൽ കോടതിയിൽ ഇവർ കുറ്റക്കാരിയാണെന്ന് ജൂറി വിധിച്ചു. അപ്പോൾ 5 വർഷം വരെ ശിക്ഷിക്കണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കുറ്റവാളിയോ കുറ്റകൃത്യം ചെയ്ത ആളോ ഒന്നുമല്ല, ചെറിയ പിന്നെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പക്ഷേ അവർക്ക് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ശിക്ഷ ചെറിയ ശിക്ഷ എന്തെങ്കിലും പിന്നെ ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളത് തീർച്ചയുമാണ്. അപ്പോൾ അങ്ങനെ ശിക്ഷ ഒഴിവാകാനായിട്ട് പറ്റില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇവരുടെ വക്കീൽ പറയുന്നത് ഈ കേസ് ഇവിടെ കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല, ഇനി ഇതിന് അപ്പീൽ പോകും, ഇതിനെതിരെ ശക്തമായിട്ട് പിന്നെ വാദമുഖങ്ങൾ നിർത്തുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേസ് അപ്പീൽ കോടതിയിലൊക്കെ പോകുന്ന തന്നെ നമുക്ക് കരുതാം. ഇവർക്ക് പിന്നെ ശിക്ഷ കിട്ടണമെന്ന് പിന്നെ നമുക്കാർക്കും ആഗ്രഹമില്ല. എന്നാൽ പോലും ഒരു ജഡ്ജി നിഷ്പക്ഷയായിരിക്കണം. ഈ ഒരു കാര്യത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു നിയമമാണ് അവർ ലംഘിച്ചതെന്ന് തോന്നുന്നു. ഈ ഒരാൾക്കൊരു മാനുഷിക പരിഗണന വെച്ച് ഇല്ലീഗലായിട്ടുള്ള ഒരാളെ രക്ഷപ്പെടാനായിട്ട്, കാരണം അത് അവരുടെ ജോലിയല്ല, ആ സമയത്ത് ചെയ്യേണ്ട ഒരു ജോലിയല്ല, അത് ചെയ്തു എന്നുള്ളതാണ് കുറ്റം. നേരെ മറിച്ച് ഈ കോർട്ട് ഹാളിൽ വെച്ച് പിന്നെ ഈ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആശാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അവരെ അവിടെ വെച്ച് വേണം അറസ്റ്റ് ചെയ്യാനായിട്ട്. അവരിങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞാൽ പുറകെ ട്രാഫിക്കിലൊക്കെ പോയി ഓടിച്ചിട്ട് പിടിക്കുന്നത് അതിനേക്കാൾ പിന്നെ ദോഷകരമാണെന്നാണ് ഈ പ്രോസിക്യൂഷനൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർ ഇങ്ങേരുടെ ജീവനും അതുപോലെ തന്നെ പോലീസിൻ്റെ ജീവനും ഒക്കെ അപകടത്തിൽപ്പെടുത്തുകയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവർക്ക് പിന്നെ പ്രസിഡന്റ് ട്രംപ് വരെ പിന്നെ ഈ ജൂറി വിധിയെപ്പറ്റി പരാമർശിക്കുകയുണ്ടായി. എങ്ങനെയും ഈ ഇമ്മിഗ്രേഷൻ്റെ എതിരാളികൾക്ക് കിട്ടിയ നല്ലൊരു ആയുധം തന്നെയായിപ്പോയി ഇത്, നല്ലൊരു പ്രചാരണ ആയുധം. ഇനി ഇവർക്ക് എന്ത് ശിക്ഷ കിട്ടുമെന്നാണ് ഇനി അറിയേണ്ടത്. അത് ഫെഡറൽ കോടതി പിന്നീട് തീരുമാനിക്കും. അതെന്നാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടെ അതുവാസം പറഞ്ഞാൽ അതിന് എൻ്റെയും ഒരു പിന്തുണയുണ്ടെന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മാനുഷിക വശം അതും പറയാം. അതായത് ഈ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം വെടിവയ്പ് നടന്നത് നമ്മൾ കണ്ടു. 2 പേര് മരിച്ചു, 9 പേർക്ക് മറ്റോ പരിക്കേറ്റു. അപ്പോൾ ആ പ്രതി ആരാണെന്ന് ശരിക്കുള്ള അയാളുടെ ഫോട്ടോ കിട്ടിയില്ല. പിന്നെ ശരിക്ക് ക്യാമറയിലൊന്നും പതിഞ്ഞില്ല, ഒരു ഗ്രെയിനി പിക്ചേഴ്സാണ് പതിഞ്ഞത്. ഒടുവിൽ 2 ദിവസം കഴിഞ്ഞ് 50 മൈൽ അകലെ ഈ MIT-യിൽ പിന്നെ ബോസ്റ്റണിൽ മാസച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നമുക്കറിയാമല്ലോ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലൊന്ന്. അപ്പോൾ അവിടുത്തെ ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് പോലീസിന് എങ്ങനെയോ ഈ ചില പരാമർശങ്ങളിലൂടെ മനസ്സിലായി. അങ്ങനെ അവർ പ്രതിയെ തേടി ചെന്നപ്പോഴത്തേക്ക് ആ പ്രതി അയാളുടെ പേര് ക്ലൗഡിയ നെവസ് വലൻ്റെ, 48 വയസ്സ്. അയാൾ സ്വയം വെടിവെച്ച് മരിച്ചിരിക്കുന്നു. അപ്പം ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാൾ 30 വർഷം മുമ്പ് ഈ MIT പ്രൊഫസറും ഇയാളും ഒരുമിച്ച് പോർട്ടുഗലിൽ ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്നവരാണ്. പിന്നെ ഈ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ ഇയാൾ പഠിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പഴയ കാലങ്ങളിൽ വെച്ചാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ പഴയ കാലങ്ങൾ, പഴയ പ്രതികാരത്തിൻ്റെ
ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അത് പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായ ആ ക്ലാസ്മേറ്റ്സ് സിനിമയുടെ ഒരു പശ്ചാത്തലം ഇതിനുണ്ടെന്ന് തോന്നുന്നു. ആ പഴയ വിരോധമൊക്കെ വെച്ചിട്ട് ഇപ്പോൾ വന്ന് വെടിവെച്ച് കൊല്ലുകയും ഈ ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം. അതിൻ്റെ വിശദവിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ഇയാൾ ഡൈവേഴ്സിറ്റി വിസ DV, അതായത് ഈ ലോട്ടറി വിസ അതടിച്ച് വന്നതാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ 1900 ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അതായത് ചില രാജ്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഇവിടെ അമേരിക്കയിൽ അധികം പേരില്ല, ചില രാജ്യങ്ങളിൽ നിന്ന്, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വരണം. അവർക്ക് വേണ്ടി അതാത് രാജ്യങ്ങളിൽ ഈ ഇമിഗ്രേഷൻ ലോട്ടറി നടത്തും. ഒരു വർഷം ലോട്ടറി നടത്തിയിട്ട് അവിടുന്ന് കുറച്ച് പേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നിട്ട് ശാപ്പാടും ചെലവും സോഷ്യൽ സെക്യൂരിറ്റി എല്ലാം സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത്, ഇവരൊന്ന് രക്ഷപ്പെടുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ഒരു വർഷം 50,000 പേർക്കാണ് ഈ വിസ കൊടുക്കുന്നത്. ആ വിസയിൽ നമ്മുടെ ഇന്ത്യയൊന്നും ആ വിസയിലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിൽ ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. നമ്മൾ ഈ ഇന്ത്യക്കാർ കൂടുതലാണ്. ഈ ആളുകൾ ഇങ്ങോട്ട് ഇമിഗ്രൻസ് ആയിട്ട് വരാത്ത രാജ്യങ്ങൾക്കാണ് ഇത് ബാധകം. അതായത് ഈ ചില രാജ്യങ്ങൾ, ബംഗ്ലാദേശ്, ഇതിപ്പോൾ ഇയാൾ വന്നത് പോർട്ടുഗലിൽ നിന്നാണ്. പോർട്ടുഗലിൽ നിന്നൊന്നും ആളുകൾ ഇങ്ങോട്ട് അധികമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് അവർക്കൊരു റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇമിഗ്രേഷൻ വിസ വെച്ചിരിക്കുന്നത്. അത് അവിടെ ലോട്ടറി ഇട്ട് ഒരുപാട് അപേക്ഷകർ കാണും. അവർ തന്നെ ലോട്ടറി ഇട്ടിട്ട് നറുക്കെടുക്കുന്നവരെയാണ് ഈ ഗ്രീൻ കാർഡും കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടെ നാട്ടുകാർ ചിലവിന് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് 50,000 പേര്, ഈ വർഷം 1,31,000 പേര് ഈ വിസ കാത്ത് ഇരിപ്പുണ്ടെന്ന്. ഈ 50,000 പേരും അവരുടെ ഫാമിലിയൊക്കെ ആയിരിക്കും. അങ്ങനെ 1,31,000 പേര് ലോകത്തിൻ്റെ പല ഭാഗത്ത് അതങ്ങ് നിർത്തിവെക്കാനായിട്ട് പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു. ഈ ഒരൊറ്റ ഒരുത്തൻ കാരണം. അതേതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ DB വിസ, ഈ ലോട്ടറി വിസ കൊടുക്കേണ്ട കാര്യം എന്താണ്? ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ നമുക്കറിയാം, നമ്മുടെയൊക്കെ പിള്ളേർ ഇവിടെ ജോലി ചെയ്ത് വർഷങ്ങളായിട്ടിങ്ങനെ ഇവിടെ ഗ്രീൻ കാർഡ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് ഇങ്ങനെ ഈ ആർക്കും വേണ്ടാത്ത ഇവിടുന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അവർ ഈ രാജ്യത്തിന് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും ഉപകാരം ചെയ്യുമായിരിക്കും. ഇവിടെ കൊണ്ടുവന്ന് തീറ്റിപ്പോറ്റി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ആളുകളെ കൊണ്ടുവരിക. അപ്പോൾ എത്രയോ ഒരു അനാവശ്യമായ ഒരു കാര്യമാണ് ഇവിടെയുള്ളവർക്ക് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ആളുകളെ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നിർത്തിയെങ്കിൽ വളരെ സന്തോഷം. പക്ഷേ അതിൽ നമുക്ക് ഹൃദയവേദന തോന്നുന്ന ഈ 1,31,000 പേര് ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകാമെന്നും പറഞ്ഞ് വിമാനം കയറാനായിട്ട് കാത്തിരിക്കുകയാണ്. അവരുടെ തലക്കിട്ടാണ് ഒരു വെള്ളിടി പോലെ ഈ തീരുമാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ചെയ്യുന്നത് ആർക്കെല്ലാമാണ് ദ്രോഹമായിട്ട് ഭവിക്കുന്നതെന്ന് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എത്രയോ ഖേദകരമായ ഒരു കാര്യം അത്. ഈ ലോട്ടറി വിസ നിർത്തുന്നതിനോട് പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഇത്രയും പേരെയൊക്കെ വന്നിട്ട് ആശ കൊടുത്ത് എല്ലാം തീരുമാനം കഴിഞ്ഞിട്ട് അവസാന നിമിഷം നിങ്ങൾക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പം ആ ഒരു ഹൃദയവേദനയും നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഇമിഗ്രേഷൻ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ ഒരാൾ ചെയ്യുന്ന കൃത്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിൻ്റെ നല്ല തെളിവുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഈ വാഷിങ്ടൺ DC വന്ന് 2 പട്ടാളക്കാരെ വെടിവെച്ച് വന്നു, ഒരു അഫ്ഗാൻകാരൻ വന്നു. അതിനുശേഷം 19 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് യാതൊരുവിധ ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങളുമില്ല. അവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും യാതൊരു കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നില്ല. പിന്നെ ഏതാണ്ട് 36 രാജ്യങ്ങൾക്ക് ഭാഗികമായിട്ടുള്ള നിയന്ത്രണങ്ങളും വന്നു. ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരുന്നു ഇവരൊക്കെ ഓരോന്ന് ചെയ്യുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ചെയ്തത് ആ കൂട്ടക്കൊല ചെയ്ത അപ്പനും മകനും, അത് ലോകമെങ്ങും ആ ഒരു ഇന്ത്യക്കാർക്കെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ആളുകൾ ദുഷ്ടലാക്കോടി നോക്കുന്ന ഒരവസ്ഥ കൊണ്ടുവന്നു. അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നത് ഓർക്കണം. അവർക്ക് അവരുടെ കാര്യം കഴിഞ്ഞു, പെട്ടെന്ന് നമുക്ക് അങ്ങ് മുകളിലേക്ക് പോകാം. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യമോ? എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്.